ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ആണല്ലോ. അപ്പോൾ ക്യാപ്സിക്കവും ക്യാരറ്റും മാത്രം വെച്ച് ഒരു ഈവനിങ് സ്നാക്സ് എന്ന് പറയാം. അല്ലെങ്കിൽ ചപ്പാത്തിക്ക് കൂട്ടാനായിട്ടും കഴിക്കാം, ചോറിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പം ഞാൻ ക്യാപ്സിക്കം സലാഡിന് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. അപ്പം അത് വെച്ച് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്നോർത്ത് ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് ക്യാപ്സിക്കം ഇല്ലെങ്കിൽ ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങ് നമ്മളെന്തോ പച്ചക്കറി വേണേലും ഇതേ സെയിം രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് 3 പേർക്കും ക്യാപ്സിക്കം ഇഷ്ടമായതുകൊണ്ട് ഇവിടെ എപ്പോഴും ക്യാപ്സിക്കം കാണും. അപ്പോൾ അതുകൊണ്ട് ക്യാപ്സിക്കം വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസ് എന്തൊക്കെയാണേലും പച്ചപ്പട്ടാണി അങ്ങനെ എന്ത് വേണേലും ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്യാപ്സിക്കം, ക്യാരറ്റ്, ബ്രൊക്കോളി ഇത് ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരു ബോളിനകത്താക്കിയിട്ട് ഇതിന് വേണ്ടിയ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ പച്ചക്കറിക്ക് ഇത്രയും വേണ്ടിയ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കോൺഫ്ലവർ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം അരിപ്പൊടിയാണേലും നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇച്ചിരി കോൺഫ്ലവർ പൊടി നിൽക്കുന്നുണ്ട്. അത് തീർക്കാനും കൂടെയാണ് ഞാൻ ഇന്നിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അരിപ്പൊടിയാകുമ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമാണ്. ഈ കോൺഫ്ലവർ പൊടി എന്ന് പറയുന്നത് ഇച്ചിരി കട്ടിയായി കിട്ടാൻ പ്രയാസമാണ്. ഇച്ചിരി ഏറെ പൊടി ചേർക്കണം. എനിക്ക് കോൺഫ്ലവർ അധികം ചേർക്കുന്നത് ഇഷ്ടവുമല്ല. വെള്ളം ചേർക്കുമ്പോഴും അധികം ഒഴിക്കരുത്. സ്പൂണിലൊക്കെ ഇച്ചിരി ആയിട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. 1-2 സ്പൂൺ വെള്ളം ചേർത്താൽ മതിയായിരിക്കും. അരിപ്പൊടി, ഗോതമ്പൊടി, മൈദ, റവ ഇത് ഇത്രയിലും ഉണ്ടാക്കാം. പക്ഷെ ഗോതമ്പൊടി അത്രയും ടേസ്റ്റല്ല. ഹെൽത്തി ഗോതമ്പൊടിയാണ്. റവ വെച്ചും നല്ലതായിരിക്കും. ഇച്ചിരി ഏറെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബോൾ പോലെ ഉരുട്ടി പിടിക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഈ ഇച്ചിരി കോൺഫ്ലവർ എക്സ്പയറി ആകാൻ പോകുന്നത്, അതുകൊണ്ട് അത് തീർക്കാൻ വേണ്ടി ചെയ്തതെന്നേ ഉള്ളൂ. അപ്പം ഉരുട്ടി എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഇങ്ങനെ സ്പൂണിൽ കുറച്ച് കോരി വെച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. ഉരുട്ടാൻ നോക്കിയിട്ട് പറ്റാത്തത് കൊണ്ട് എളുപ്പം ഐഡിയയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ബോൾ പോലെ ആക്കി എടുക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഇത് കോൺഫ്ലവർ തികഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഇങ്ങനെ ചെറിയ ഒരു സ്പൂൺ അങ്ങ് എടുത്ത് വെച്ച് അങ്ങനെ നമുക്ക് പുഴുങ്ങി ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റി എടുക്കാം. അല്ലാതെ അരിപ്പൊടിയാണെങ്കിലും ഒരു ചെറിയ ബോളായിട്ടോ അല്ലെ കൈപ്പിടി പോലെയോ ഉണ്ടാക്കി വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളത് 2 ഇഡ്ഡലി പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് മുമ്പേ ആദ്യം ഇത് ഒട്ടിപ്പിടിക്കാത്തത് കൊണ്ട് ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കിയപ്പം കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് അതങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചെറുതായിട്ട് വെച്ചാൽ ഇത് സാമ്പാർ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ചെറിയ തട്ടാണ്. അപ്പോൾ അതിനകത്ത് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഉതിരിയായിട്ട് കിട്ടി. മറ്റേ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചപ്പോൾ നല്ല നമ്മൾ ഒരു ചെറിയ ബോൾ ഷേപ്പിലോ അല്ലെ ചെറിയ ഇഡ്ഡലി പോലെ അങ്ങനെ ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതധികം താമസമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ആവി കയറിയാൽ മതി. ഇതിങ്ങനെ തന്നെയും കൂടെ കഴിക്കാം. എന്ന് വെച്ചാൽ വേറെ ഒന്നും വേണ്ടാതെ ഇതുകൊണ്ട് മാത്രം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ഇച്ചിരി ബട്ടർ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് സബോള ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് സബോളയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ നല്ലപോലെ വഴറ്റി കിട്ടി. അത് അധികം താമസമൊന്നുമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് മതിയായിരിക്കും. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്, ഞാൻ സോസാണ് ഇപ്പോൾ എടുക്കുന്നത്. സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസുമാണ്. ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ചില്ലി ചിക്കൻ പോലെ ചില്ലി വെജ് എന്ന് പറയാം. ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതല്ലാതെ സോസൊന്നും ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ നോർമലായിട്ട് ഇടുന്ന മുളക് പൊടി, ഗരം മസാല അതൊക്കെ ഇട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സവോള എല്ലാം വഴണ്ടപ്പം ആ സോസ് നമ്മൾ റെഡിയാക്കിയത് അതിനകത്ത് ഇട്ട് കൊടുത്ത് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ ബോൾസൊക്കെ അതിനകത്ത് ഇട്ട് കൊടുത്ത് ഞാൻ പൊടിയായിട്ട് വന്നത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സോസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. 100% ഹെൽത്തിയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.